Hi friends, welcome to lesson 5.10 in professional business skills. We continue our discussion on advantages of digital marketing part B. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് എ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജസിൽ ആദ്യ ഭാഗം പഠിക്കുകയുണ്ടായി. സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് തരാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് റിയൽ ടൈം റിസൾട്ട്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി മെഷർമെന്റ്, ഇമ്പാക്ട് ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നടക്കുമെന്ന്. അതായത് നമ്മൾ എവിടെ പണം സ്പെൻഡ് ചെയ്യുന്നു, അത് നമ്മൾക്ക് എന്ത് റിസൾട്ട് തരുന്നു, എവിടെ അഡ്വർടൈസ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ലഭിക്കുക, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു അഡ്വാൻറ്റേജ് ആയി, അതായത് മെഷർമെന്റ്, ട്രാക്കിംഗ്, ഏത് ചാനലിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് റിസൾട്ട് നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് ഇവിടെ ഈ പറയുന്ന പോയിന്റ് റിയൽ ടൈം റിസൾട്ട്സ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ട്രാക്കിംഗ് എന്ന് പറയുന്ന സംവിധാനം വളരെ ഈസി ആയിട്ട് നമ്മൾ ഇമ്പാക്ട് നമുക്ക് റിയൽ ടൈമിൽ അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ഇൻപുട്സ് ലഭിക്കുന്നു. ഒരു പർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റ് നമ്മൾ റിലീസ് ചെയ്ത ഉടനെ തന്നെ ആ നിമിഷം മുതൽ നമ്മൾക്ക് അത് എത്ര പേര് കാണുന്നു, എത്ര പേര് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോരുത്തരും വിസിറ്റ് ചെയ്ത സമയം എത്ര, വിസിറ്റേഴ്സിന്റെ പ്രൊഫൈൽ എന്താണ്, ഇത്തരം ഡീറ്റെയിൽസ് നമുക്ക് റിയൽ ടൈം നടന്നുകൊണ്ടിരിക്കുക, അവർ വ്യൂ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നമുക്ക് ഈ ഡേറ്റ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതുകൊണ്ടുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ചേഞ്ചസ് നമുക്ക് വരുത്താൻ സാധിക്കുന്നു. കാരണം ഏതാണ് നമുക്ക് റിസൾട്ട് തരുന്നത്, ഏതാണ് റിസൾട്ട് തരാത്തത്, എപ്പോഴാണ് റിസൾട്ട് ലഭിച്ചു തുടങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനിൽ വേണ്ട ചേഞ്ചസ് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സാധിക്കും. അല്ലാതെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെ അവസാനം റിസൾട്ട് മുഴുവൻ അനലൈസ് ചെയ്ത് അടുത്ത ക്യാമ്പയിനിൽ മുതൽ ചേഞ്ച് ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇത്. നമുക്ക് റിസൾട്ട്സ് അപ്പോൾ കിട്ടുന്നത് കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് അതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പൊ ഇതിലൂടെ നമ്മുടെ ഒരുപാട് റിസോഴ്സസ്, നമുക്ക് സമയം, പണം, അധ്വാനം, ഇങ്ങനെയുള്ള ഒരുപാട് റിസോഴ്സസ് നമുക്ക് കൺസർവ് ചെയ്യാം. നടക്കാത്ത ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ നടന്നതിന് ശേഷം അത് അങ്ങനെയാണെന്ന് മനസ്സിലാക്കി പിന്നീട് പുതിയ ക്യാമ്പയിൻ റോൾ ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, എന്തുമാത്രം പണം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമതൊരു ക്യാമ്പയിൻ ഉണ്ടാക്കിയെടുക്കാൻ എന്തുമാത്രം അധ്വാനം നമുക്ക് വേണം. അതിനിടയിൽ നമ്മളുടെ അതിന്റെ ആവശ്യകത ചിലപ്പോൾ തീർന്നിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കടക്കുമ്പോൾ ഈ പ്രശ്നം നിലവിലില്ല. എന്താണ് ഒരു ക്യാമ്പയിൻ റിസൾട്ട് എന്ന് ആ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കെ തന്നെ റിയൽ ടൈം ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. അടുത്തത് ഇറ്റ് ഹെൽപ്സ് ടു മീറ്റ് കോമ്പറ്റീഷൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ചെറിയ ഫേംസിനും വലിയ ഫേംസിനും ഒന്നുപോലെ കൈകാര്യം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചെറിയ ഫേമിനാണെങ്കിൽ പോലും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്ത് അതുപയോഗിച്ച് വലിയ ഫേമുകളോട് കമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വലിയ ഫേമുകളോട് ഇടിച്ചു നിൽക്കാൻ ചെറിയ ഫേമുകൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് സാധിക്കുന്നു. കാരണം ഇതിന്റെ കോസ്റ്റ് സ്ട്രക്ചർ അങ്ങനെയാണ്. ഒരുപാട് കോസ്റ്റ് സ്പെൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റ് എക്സെപ്ഷനലി നല്ലതായിക്കൊള്ളുന്നതോ, കോസ്റ്റ് സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അട്ടർ ഫെയിലിയർ ആകുന്ന സിറ്റുവേഷൻ ഇല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രത്യേകത അനുസരിച്ച് സെറ്റപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് കുറവ് മതി. ചെറിയ സ്ഥാപനങ്ങൾക്ക് പോലും അത് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ സ്ഥാപനങ്ങളോട് ഏറ്റുമുട്ടി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ചെറിയ സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്നു. അപ്പൊ കോമ്പറ്റീഷനായിട്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധാരണ മാർക്കറ്റിംഗിൽ നിന്ന് വ്യത്യസ്തമായി ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നമുക്ക് സാധിക്കും. അടുത്തത് ലോങ് ടേം എക്സ്പോഷർ. ഓവർ എ ലോങ് ടേം, അതൊരു ദീർഘകാലയളവിലേക്ക് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ നടക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ മെച്ചമുണ്ട്. കാരണം ഇനീഷ്യൽ കോസ്റ്റ് മാത്രമേ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നുള്ളൂ. ഫർദർ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റോ, അത് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള എക്സ്പെൻസോ, ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള എക്സ്പെൻസോ വരുന്നു. നേരെ മറിച്ച് കൺവെൻഷണൽ അഡ്വർടൈസിംഗിൽ ഓരോ തവണയും നിങ്ങളൊരു പുതിയ സാധനം ക്രിയേറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പണം ഓരോ തവണയും പുതിയതായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. ഡിജിറ്റൽ മാർക്കറ്റിലെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യൽ കോസ്റ്റ് എക്സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, തുടർന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം നിങ്ങൾക്ക് ആ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നു. ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നിങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കൂടുന്നതിനനുസരിച്ച് ബേസിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഫേർട്സ് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അതിന്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാം. ഫർദർ കോസ്റ്റുകൾ കാര്യമായിട്ട് വരുന്നില്ല. അപ്പൊ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു വലിയ മെച്ചം എന്ന് പറയുന്നത്. ലോങ് ടൈമിൽ നിങ്ങളുടെ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ സാധിക്കും. ദീർഘകാലത്തേക്ക് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. ആവശ്യാനുസരണം ചേഞ്ചസ് വരുത്താമെന്നുള്ളത് കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വലിയ എക്സ്പെൻസ് വരുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കയറിയ വ്യക്തികൾക്ക് അതുമൂലം വളരെയധികം അഡ്വാൻറ്റേജ് കോസ്റ്റ് കൊണ്ടും റിസൾട്ട് കൊണ്ടും ലഭിക്കുന്നു. ഇതാണ് ലോങ് ടേം എക്സ്പോഷർ, ബെനിഫിറ്റ്സ് ഓഫ് ലോങ് ടേം എക്സ്പോഷർ. ലോങ് ടൈമിലേക്ക് നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് കൊണ്ടു നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കോസ്റ്റ് ഓവർ എ ലോങ് ടൈം റിക്കവർ ചെയ്യാം. ഒന്ന്. രണ്ട്, നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ചെലവുകൾ മാത്രമേ വരുന്നുള്ളൂ കമ്പയർഡ് ടു കൺവെൻഷണൽ അഡ്വർടൈസിംഗ്.
അതുകൊണ്ട് ദീർഘകാലത്തേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടു നടക്കുന്നവർക്ക് അതിൻ്റെതായ മെച്ചങ്ങൾ, സേവിങ്സ് ഇൻ കോസ്റ്റ് ഒന്ന്, രണ്ടാമത്തേത് ഇൻക്രീസ് ഇൻ റിസൾട്ട്സ്, ഇത് രണ്ടും ലഭിക്കുന്നു. അടുത്തത് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ. ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യും. അത് ഇന്റേണൽ ഇൻഫർമേഷൻ ആകാം, എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ആകാം. ഇന്റേണൽ ഇൻഫർമേഷൻ പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള സകല ഇൻഫർമേഷൻ, അതിന്റെ ഡയമെൻഷൻസ്, സ്പെസിഫിക്കേഷൻസ്, യൂസേജ്, ഇത്തരം വാറണ്ടി, ഇങ്ങനെയുള്ള സർവ്വ കാര്യങ്ങളും നിങ്ങൾക്ക് മീനിങ് ചെയ്യും. നിങ്ങൾക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. കോസ്റ്റ്, പ്രൈസ്, ഈ കാര്യങ്ങളെല്ലാം, കോസ്റ്റ് എന്ന പ്രൈസ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം. എക്സ്റ്റേണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പീറ്റിംഗ് പ്രൊഡക്ട്സുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, ബാക്കിയുള്ള നിങ്ങളുടെ കമ്പീറ്റിംഗ് പ്രൊഡക്ട്സുമായിട്ടുള്ള ഒരു കമ്പാരിസൺ, പ്രൈസ് കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വ്യത്യസ്തമായ മോഡലുകളുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പാരിസൺ, നിങ്ങളുടെ തന്നെ മോഡലുകളും മറ്റ് സ്ഥാപനങ്ങളുടെ മോഡലുകളുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പാരിസൺ. മറ്റൊരു എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ആണ് ഇത് യൂസ് ചെയ്തവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ. അപ്പൊ എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ആകട്ടെ, ഇന്റേണൽ ഇൻഫർമേഷൻ ആകട്ടെ, ഏത് ഇൻഫർമേഷനും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്തത് ക്യാച്ച് അറ്റൻഷൻ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റിന്റെ ഒരു വെർഷനാണ്. കസ്റ്റമറെ ആകർഷിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമറുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇതേ പോയിന്റ് തന്നെ നമ്മൾ ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന പോയിന്റിൽ, ക്രിയേഷൻ ഓഫ് ബ്രാൻഡ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന പോയിന്റിൽ, അഡ്വാൻറ്റേജസിൽ നമ്മൾ കണ്ടതാണ്. സാധാരണ രീതിയിലുള്ള പരസ്യങ്ങളിൽ കസ്റ്റമേഴ്സ് പരസ്യം നോക്കുന്നു, എന്നിട്ട് പോകുന്നു. പല കേസിലും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. നമ്മൾ തന്നെ എത്ര പരസ്യങ്ങൾ നമ്മൾ ഡെയിലി ടെലിവിഷനിലും ന്യൂസ് പേപ്പറിലും കാണുന്നത്, എത്ര നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നു. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റ് അങ്ങനെയല്ല. വളരെ ഇന്നോവേറ്റീവായ മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഇതിൽ ചില മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 3 ഡയമെൻഷണൽ കാര്യങ്ങൾ, വീഡിയോസ്, അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമിൽ പോസിബിൾ അല്ലാത്ത വാക്ക് ത്രൂ, വെർച്വൽ റിയാലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ, ഒരുപാട് മോഡേൺ ടെക്നോളജിയിലൂടെ, ഇന്നോവേറ്റീവ് മെത്തേഡ്സിലൂടെ കസ്റ്റമറുടെ അറ്റൻഷൻ നമുക്ക് പിടിച്ചു പറ്റാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കസ്റ്റമറുടെ അറ്റൻഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമറായിട്ട് തുടർന്ന് നമുക്ക് ഇടപഴകാൻ സാധിക്കും. കസ്റ്റമറോട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പറയാം, നമ്മുടെ പ്രൊഡക്ട്സ് ഒന്ന് വെർച്വലി നമുക്ക് ഒരു ട്രയൽ എടുക്കാം. നമ്മൾ ലെൻസ് കാർട്ടിന്റെ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഒരു പെയർ ഓഫ് സ്പെക്ടക്കിൾസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് കസ്റ്റമറുടെ ഒരു ഫോട്ടോ ഓൺലൈനിൽ തന്നെ എടുത്ത് ആ ഫോട്ടോയിൽ ഈ നമ്മൾ ചൂസ് ചെയ്ത ഫ്രെയിം എങ്ങനെ ഇരിക്കുമെന്ന്, എന്താണ് വെർച്വൽ ട്രയൽ എന്ന് പറയും. വെർച്വൽ ട്രയൽ നടത്താൻ കസ്റ്റമറോട് ആവശ്യപ്പെടാം. കസ്റ്റമറോട് ഫർദർ നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫർദർ ഇൻഫർമേഷൻ, ഫർദർ അപ്ഡേറ്റ്സ് വരുന്നത്, ഫർദർ അനൗൺസ്മെന്റ്സ്, ഓഫറിന്റെ ആകാം, പുതിയ ഫീച്ചേഴ്സിന്റെ ആകാം, ന്യൂ ലോഞ്ചസ് ആകാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കസ്റ്റമറോട് നമുക്ക് എൻഗേജ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതാണ് കസ്റ്റമറുടെ അറ്റൻഷൻ പിടിച്ചുപറ്റി കസ്റ്റമറോട് വിവിധ രീതിയിൽ എൻഗേജ് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നമുക്ക് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പാർട്ട് ബി എന്ന് പറയുന്ന ലെസണിൽ വരുന്ന അഡ്വാൻറ്റേജസ്. നമുക്കൊന്നുകൂടെ സമറൈസ് ചെയ്യാം. ആദ്യത്തേത് റിയൽ ടൈം റിസൾട്ട്സ്, അപ്പോൾ റിസൾട്ട് ലഭിക്കുന്നു. 2, മീറ്റ് കോമ്പറ്റീഷൻ, വലിയ സ്ഥാപനങ്ങളോട് ഏറ്റുമുട്ടി നിൽക്കാൻ ചെറിയ സ്ഥാപനങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധിക്കുന്നു. അടുത്തത് ലോങ് ടേം എക്സ്പോഷർ, ദീർഘകാലയളവിലേക്ക് നമുക്ക് ട്രമെൻഡസ് സേവിങ്സ് ഇൻ കോസ്റ്റ്, ഇൻക്രീസ് ഇൻ സെയിൽസ് പോസിബിൾ ആണ്. അടുത്തത് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ, ഇന്റേണൽ എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ലഭിക്കുന്നു. പിന്നത്തേത് ക്യാച്ച് അറ്റൻഷൻ, അത്യാകർഷകമായ രീതിയിൽ നൂതനമായ മെത്തേഡ്സിലൂടെ കസ്റ്റമറുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ, തുടർന്ന് കസ്റ്റമറായിട്ട് എൻഗേജ് ചെയ്യാൻ, ട്രയൽ നടത്താൻ, അപ്ഡേറ്റ്സിന് സൈനപ്പ് ചെയ്യാൻ, പിന്നെ പല രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമറോട് നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നു കസ്റ്റമറിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയതിന് ശേഷം. അപ്പൊ ഇത്രയുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചു തീർന്നിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അഡ്വാൻറ്റേജസ് പഠിച്ച നിലയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. Until we meet up for that, goodbye and thanks.